നമസ്കാരം. ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രസംഗം ഒരു ജനതയ്ക്ക് നേരെ തൊടുത്തുവിട്ട കൊലവിളിയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഭീഷണിയുടെയും വർഗീയതയുടെയും ആയുധമാണ്. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, അവർ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ കൊന്നുകളയും. ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണിത്. ബംഗാളിലെ ഹിന്ദുക്കളോടുള്ള മമതയുടെ നേരിട്ടുള്ള ഭീഷണിയാണിത്. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് നൽകിയില്ലെങ്കിൽ തന്റെ കൂടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉപയോഗിച്ച് നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറയുന്നതിലൂടെ മമതാ ബാനർജി എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു വശത്ത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് നീതിപീഠത്തിന് മുന്നിൽ നാടകം കളിക്കുന്ന ഇവർ മറുവശത്ത് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ വാർത്ത പല മാധ്യമങ്ങളും മൂടിവെക്കാൻ ശ്രമിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഭീതിജനകമാണ്. മമതാ ബാനർജി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ബംഗാളിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അവിടെയാണ് ഗോപാൽ പദ എന്നറിയപ്പെടുന്ന ഗോപാൽ മുഖർജിയുടെ പേര് പ്രസക്തമാകുന്നത്. 1946 ഓഗസ്റ്റ് 16 മുഹമ്മദ് അലി ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപനത്തെ തുടർന്ന് കൊൽക്കത്തയുടെ തെരുവുകളിൽ ഹിന്ദുക്കളുടെ ചോരപ്പുഴ ഒഴുകിയപ്പോൾ അവിടെ സംരക്ഷിക്കാൻ മുൻപിൽ നിന്ന ധീരനായ പോരാളിയായിരുന്നു അദ്ദേഹം. അന്ന് മുസ്ലിം ലീഗിന്റെ ഗുണ്ടകൾ ഹിന്ദു വീടുകൾ കത്തിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും വേട്ടയാടുകയും ചെയ്തപ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാതെ തിരിച്ചടിക്കാൻ ഉറച്ച് ഇറങ്ങിയ വ്യക്തിയായിരുന്നു ഗോപാൽ പദ. അന്ന് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഗോപാൽ പദ രൂപീകരിച്ച ഭാരതീയ ജാതീയ വാഹിനി അക്ഷരാർത്ഥത്തിൽ ആക്രമികൾക്ക് സിംഹ സ്വപ്നമായി മാറി. നിങ്ങൾ ഞങ്ങളുടെ ഒരാളെ കൊന്നാൽ ഞങ്ങൾ നിങ്ങളുടെ 10 പേരെ കൊല്ലും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഗാന്ധിജി പോലും അദ്ദേഹത്തോട് ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെട്ടു എങ്കിലും തന്റെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഒരു അടി പോലും പിന്നിലില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ന് മമതാ ബാനർജി ഇതേ രീതിയിലുള്ള ഭീഷണി മുഴക്കുമ്പോൾ ബംഗാളിലെ ജനങ്ങൾ ഓർക്കുന്നത് ഗോപാൽ പദയെ പോലുള്ള ധീരന്മാരെയാണ്. ഭയപ്പെടുത്തി ഭരിക്കാമെന്നത് മമതയുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് ചരിത്രം സാക്ഷ്യം പറയുന്നു. ഒരു മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു വർഗീയ വിഷം ചീറ്റിയിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണ്. ഇവിടെ ജനാധിപത്യം അപകടത്തിലാണ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന CBI അന്വേഷണങ്ങൾക്കെതിരെയും കോടതി വിധിക്കെതിരെയും മുഖ്യമന്ത്രി തന്നെ തെരുവിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനും തന്റെ അധികാരം ഉപയോഗിച്ച് കൊലവിളി നടത്താനും മമത ശ്രമിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം നാടിനെ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടുന്ന ഈ തന്ത്രം ബംഗാളിനെ തകർക്കും. പശ്ചിമ ബംഗാൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഭീഷണിയും അക്രമവും കൊണ്ട് ജനങ്ങളെ അടക്കി ഭരിക്കാമെന്നത് മമതയുടെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും. ഗോപാൽ പദയുടെ പോരാട്ട വീര്യം കുടികൊള്ളുന്ന മണ്ണിൽ ഭീഷണികൾക്ക് മുൻപിൽ ജനത മുട്ടുമടക്കില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേവലം ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് മമതയുടെ അരാജകത്വ ഭരണത്തിനെതിരെയുള്ള ജനവിധിയായിരിക്കും. ബംഗാളിലെ ഓരോ ഹിന്ദുവിന് നേരെ ഉയരുന്ന ഭീഷണി ഇന്ത്യയിലെ ഓരോ പൗരന് നേരെയുള്ള ഭീഷണിയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.